ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കില്ല എന്ന് വാശിയിലാണ്. അവസാനം രാഖിയെ കൊണ്ട് മീനുവിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ. നിവർത്തി കെട്ട് മീനുവിനെ വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി വന്നില്ലെങ്കിൽ അർജുനേട്ടൻ ഭക്ഷണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. എത്രയും വേഗം ചേച്ചിക്ക് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വാ. ഞാൻ എങ്ങനെ വരാനാ? ഇല്ലെങ്കിൽ ഞാൻ ഈ ഭക്ഷണം തിരിച്ചു കൊണ്ട് വരേണ്ടി വരും എന്നിങ്ങനെ പറയാട്ടോ. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ട് വരാൻ നോക്കാം. എന്താ ഈ അർജുൻ കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അർജുൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ പെട്ടെന്ന് തന്നെ മീനു ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയം അർജുനാണെങ്കിൽ കുട്ടിക്കാലവും ഒക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കാലവും അവർ തമ്മിൽ കാണുന്നതും ഇതൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഈ സമയമാണ് നമ്മുടെ മീനു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അമ്മ അവിടെ കിച്ചണിൽ നിൽപ്പുണ്ട്. അമ്മയോട് പറയണ്ട, അമ്മേ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഞാനൊന്ന് കട വരെ പോട്ടെ. കടയിലോ? എന്താ പെട്ടെന്ന് നിനക്ക്? അല്ലമ്മേ, അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. എന്നാൽ പെട്ടെന്ന് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പതുക്കെ മീനു പുറത്ത് ചാടണം കേട്ടോ. അങ്ങനെ ഇവിടെ വരുമ്പോൾ മീനുവിനെ വഴിയിൽ കാത്തു നിൽക്കുകയാണ് അർജുൻ. കൂടെ പ്രതാപും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മീനുവിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത ചിരിയോടുകൂടി എണീക്കുകയാണ്. അപ്പോൾ മീനി പറയുന്നുണ്ട്, ഭക്ഷണം കൊടുത്ത് വിട്ടില്ലേ, പിന്നെ എന്താ കഴിച്ചുകൂടായിരുന്നോ? അപ്പോൾ പ്രതാപം പറയണ്, ഭക്ഷണം ഉണ്ടാക്കിയ ആൾ തന്നെ അത് വിളമ്പി കൊടുത്താലല്ലേ അതിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല നിയമമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്തായാലും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് അർജുനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാട്ടോ. അപ്പോൾ രാഗി ചോദിക്കണം, വന്നോ ചേച്ചി? ഇത്രയും നേരം ഇവിടെ ഒറ്റക്കാലിൽ തപസ്സിരിപ്പായിരുന്നു, ചേച്ചി വിളമ്പി കൊടുത്താലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് പ്രതാപൻ അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, രാഖി, നീ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? തോട്ടമോ? ഇവിടെ എന്ത് കാണാനായിരിക്കുന്നേ? ഇവിടെ കാണാനൊക്കെ ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ണ് കാണിക്കുമ്പോൾ അപ്പം രാഖിക്ക് കാര്യം പിടിയിട്ടുണ്ട് കേട്ടോ. അവരുടെ അടുത്തുനിന്ന് രാഖിയെ പതിയെ പ്രതാപൻ അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ നിങ്ങളവിടെ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും ഒറ്റയ്ക്കാക്കിയിട്ട് അവർ മാറുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുകയാണ്. ഓരോന്നും നല്ല രുചിയോടുകൂടി തന്നെയാണ് നമ്മൾ അർജുൻ കഴിക്കുന്നത്. ഇതിനിടയ്ക്ക് അർജുൻ പറയുന്നുണ്ട്, എന്താ രുചി ആഹാരം! മീൻ ഫ്രൈ ആണെങ്കിൽ സൂപ്പർ, തോരനാണെങ്കിൽ അതിലും സൂപ്പർ. ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ മീനും മനസ്സിൽ വിചാരിക്കണം കേട്ടോ, എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നെപ്പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും പറയാനില്ല അർജുൻ നിനക്ക്? ഞാൻ എന്ത് പറയാനാ? അപ്പോഴത്തേക്കിനും മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അണിഞ്ഞു ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, എന്നിട്ട് ഡ്രസ്സ് കൊള്ളാമെന്നോ സുന്ദരിയായിരുന്നോ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ തന്നെ പെട്ടെന്ന് ഗൗതമിന് മണ്ടയ്ക്ക് ഫുഡ് കയറിയിട്ട് ചുമയ്ക്കുന്നുണ്ട്. അങ്ങനെ മീനു വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ആരോ എന്നെപ്പറ്റി ചിന്തിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്ന് അർജുൻ പറയുമ്പോൾ, ആര് ചിന്തിക്കാൻ, ഞാൻ തന്നെയാണ് ഇപ്പം മനസ്സിൽ ചിന്തിച്ചതെന്ന് ഇങ്ങനെ മീനു സ്വയം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇനി ചിരിക്കണേ? ഒന്നുമില്ല, നീ കഴിക്കും എന്നിങ്ങനെ പറയട്ടോ. ആ സമയത്ത് ദേ കാഞ്ചന ഭക്ഷണവുമായിട്ട് അങ്ങോട്ട് വരികയാണ്. അടി ഇത് സമയം അവിടെ ഇരുന്നും കൊണ്ട് മീനു പറയുന്നുണ്ട്, ഈശ്വര, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ അർജുൻ, ഇവിടെ ഒരു ഈച്ച പോലും വരത്തില്ല എന്നിങ്ങനെ അർജുൻ പറയണ സമയത്താണ് കേട്ടോ അവിടെ കാഞ്ചന വരുന്നത്. കാഞ്ചന വരുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കണം, അമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും വരില്ലായിരുന്നു. അപ്പോൾ ദേ പ്രതാപം കാണണ്ടോ, അയ്യോ കാഞ്ചനയല്ലേ ഇതെന്ന് പറഞ്ഞു ഓടിപ്പോയി കാഞ്ചനയെന്നൊരു ഒറ്റ വിളിക്കുകയാണ്. കാഞ്ചന പേടിച്ച് നിർത്തിയത്. എന്തിനാ പ്രതാപേട്ട നിങ്ങളിങ്ങനെ കിടന്ന് അലർന്നത്? അല്ല, നീ അങ്ങോട്ടൊന്നും പോവല്ലേ, നീ എന്തിനാ ഇപ്പോൾ വന്നേ? ഞാൻ അവനുള്ള ഫുഡും കൊണ്ട് വന്നതാ, അമ്മ പറഞ്ഞിട്ടാ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ വന്നതേ ഉള്ളൂ. അവൻ ഇവിടെ ഇല്ല, എവിടെ പോയതാ? അവനെ വളം വാങ്ങാൻ വേണ്ടിയിട്ട് സിറ്റിയിൽ പോയതാ. അതിന് വളം ഓർഡർ ചെയ്തല്ലേ വാങ്ങുന്നത്, കഴിഞ്ഞ തവണ എടുത്തതിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്തവണ നേരിട്ട് പോയി വാങ്ങാണ്. വീടിനകത്ത് നീ എന്തായാലും കയറാൻ പോകണ്ട, അതിനകത്തൊരു പാമ്പുണ്ട്. അത് ശരി, പാമ്പ് ഞാൻ അടിച്ച് കൊല്ലണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ആളെ വിളിച്ച് വരും, അതുകൊണ്ട് നീ ഉഗ്ര വിഷമുള്ള പാമ്പാണ് ഞാൻ കണ്ടത്, നീ അതിനകത്തോട്ടേക്ക് പോകരുത് എന്ന് കാഞ്ചനയ്ക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. എന്നാലും ഈ ഫുഡിന് എന്താ ചെയ്യുക, നീ അതിങ്ങി തന്നേരെ, ഞാൻ കഴിച്ചോളാം എന്ന് പറയണം. മടിച്ച് ഫുഡിനെ പ്രതാപിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പോയിട്ട് പിന്നെയും ഒരു സംശയം വല്ല വിധേനയും പറഞ്ഞയക്കുന്നുണ്ട് അവിടുന്ന് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വന്ന് വൈകിട്ട് തന്നെ ആകുമ്പോഴത്തേക്കിനും അർജുൻ റെഡി ആവാണ്, പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഗൗതമും വന്നിട്ടുണ്ട്. പ്രതാപും ഗൗതമും ചോദിക്കണേ, ഏട്ടനിത് എങ്ങോട്ട് പോകാനാ? ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. വെള്ളം അടിക്കാനായിരിക്കുമല്ലേ? അതിനൊന്നും അല്ല. അങ്ങനെ വെള്ളം അടിക്കാനാണെങ്കിൽ എനിക്ക് ചിലവ് ചെയ്യണമെന്ന് പ്രതാപം പറയണം. കാഞ്ചനയെ ഇവിടുന്ന് ഓടിച്ച് വിട്ടില്ലേ, നിങ്ങൾ രണ്ടുപേരും രക്ഷിച്ചത് ഞാനല്ലേ, അപ്പോൾ എനിക്ക് അതിനുള്ള ചിലവ് നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ ചിലവ് ചെയ്യാനൊന്നും അല്ല ഞാൻ പോകുന്നത്, കള്ളു കുടിക്കാനും അല്ല. എന്നാൽ പിന്നെ ഏട്ടൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കാൻ കേട്ടോ. എടാ, ഞാൻ മീനുവിനെ കാണാൻ പോകുന്നതാ. ഇപ്പോഴോ? അതെ, ഞാൻ അവിടെ ചെന്ന് മതിൽ ചാടി കയറും, എന്നിട്ട് അവളെ വിളിക്കും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ സംസാരിക്കും. എൻ്റെ ഏട്ടാ ആൾ കൊള്ളാവല്ലോ, അവിടെ രാജേന്ദ്രനങ്ങളും
കണ്ടുപിടിച്ചാലോ? നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്തിനാ അവരെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും വണ്ടി ഒതുക്കി വെച്ച് കള്ളത്തരമൊക്കെ കാണിച്ച് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേടാൻ ചോദിക്കുമ്പോൾ ഗൗതവും ചമ്മി പോവാട്ടോ. അപ്പോൾ പ്രതാപൻ പറയണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും പരസ്പരം കാണാതിരിക്കാൻ പറ്റുന്നില്ല അവർക്കും അങ്ങനെ തന്നെ. ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ അതിന് പരസ്പരം കാണാൻ. പറഞ്ഞോ, ഒരു കാര്യം ചെയ്യ്, നിങ്ങളങ്ങ് ടൂർ പോകാൻ നന്നായി. അല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതല്ലേ നേരത്തെ ടൂർ പോകാനായിട്ട്? ആ സമയത്തല്ലേ പ്രഭാവതി അവിടെ ചെന്ന് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്? അത് നിങ്ങൾ പൊടിതട്ടി എടുക്ക്. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതൊന്നും പറ്റില്ല. അമ്മയും കാഞ്ചനയൊക്കെ അറിഞ്ഞാലേ ആകെ പ്രശ്നം വീണ്ടും ഉണ്ടാക്കും. അങ്ങനെയല്ലടാ, ഞാൻ പറയും പോലെ ചെയ്. നീ എന്തായാലും ഇവിടെ കുറച്ച് ദിവസം താമസിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് ദിവസം മാറി എന്നല്ല അവർ സംശയിക്കാൻ പോകുന്നില്ല. പിന്നെ ഗൗതം, നീ പറയണം എനിക്ക് ഫുഡിൻ്റെ കമ്പനിയുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, പുറത്ത് കുറച്ച് ദിവസം വേറെ അതിന് വേണ്ടി പോകാനുണ്ടെന്ന് പറഞ്ഞ് 2-3 ദിവസം അങ്ങനെ പറഞ്ഞങ്ങ് മാറി നിൽക്കണം. പിന്നെ മീനുവിനെ അകലെയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം, അവരോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങാൻ പറയണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അവരവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തമ്മിൽ നിങ്ങൾ മീറ്റ് ചെയ്യുക. അവിടെ വെച്ച് ഒരു കാറെടുത്ത് ഒരുമിച്ച് എവിടെയെങ്കിലും പോവുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഇനി ഞാൻ എന്താണെന്ന് പറഞ്ഞു തരണോടാ, ഇത്രയും പറഞ്ഞു തരുന്ന പോരെ എന്നിങ്ങനെ പ്രതാപ് പറയട്ടോ. അപ്പോൾ ഗൗതം പറയണം, ഞാനൊരിക്കലും സമ്മതിക്കില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഏട്ടാ അങ്ങനെ പറയല്ലേ, ഈ ഐഡിയ കൊള്ളാം, നമുക്കങ്ങനെ പോയാലോ? ഇല്ല ഏട്ടാ, ഞാൻ വരില്ല, അവിടെ രാജേന്ദ്രനങ്ങളെങ്ങാനും കണ്ടുപിടിച്ചാലോ? അപ്പോൾ പ്രതാപ് പറയും, എടാ നിനക്ക് ഒറ്റ ഇടി ഞാൻ വെച്ചിരും കേട്ടോ, മര്യാദയ്ക്ക് പറയണ കേളം കേട്ടോ. അവന്മാർക്ക് കാണാതിരിക്കാനും പറ്റുന്നില്ല, ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വഴക്ക് പറയും കേട്ടോ. അപ്പോൾ അർജുൻ പറഞ്ഞു, നീ ഇങ്ങി വാ, നമുക്കൊരു കാര്യം ചെയ്യാം, അഖിലയോടും മീനുവിനോട് ഈ കാര്യങ്ങൾ പറയാം. വാ, ഇപ്പോഴാ രാത്രി ആയില്ലേ, അതിനെന്താ, ഞാൻ പോവാറുള്ളതല്ലേ, നീ വാടാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് വല്ല ഇതിനെ ഗൗതമിനെ വലിച്ചെടുത്തുകൊണ്ട് ആ രാത്രി അടുക്കള അതിൽ പുറകുവശത്തൂടെ വീടിൻ്റെ മതിൽ ചാടി കിടക്കുകയാണ് കേട്ടോ അർജുൻ. എന്നിട്ട് മീനുവിനെ വിളിക്കുമ്പോൾ മീനു പുറകെ വന്ന് തോളി തട്ടുമ്പോൾ പെട്ടെന്ന് അച്ഛനാണ്, അങ്കിളായിരിക്കും എന്നും പറഞ്ഞു. അയ്യോ മാമ, എന്നെ ഒന്നും ചെയ്യല്ലേ മാമ എന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കുക കേട്ടോ അർജുൻ. അപ്പം മീനുവാണ്. അപ്പം ഞാൻ പേടിച്ച് പോയല്ലോ മീനു, നീ പുറകെ വന്ന് നിൽക്കണം, നീ എന്തിനാ ഈ രാത്രി ഇവിടെ വന്ന് നിൽക്കുന്നേ എന്ന് ചോദിക്കണം. അല്ല, നീ എന്തിനാ വന്നത്? അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവില്ല കേട്ടോ. അപ്പോൾ മീനു പറഞ്ഞിട്ട്, നീ ശരിക്കും പേടിക്കണം കേട്ടോ, അച്ഛൻ എന്തായാലും സംശയം തോന്നിയിട്ടുണ്ട്, ഇന്നലെയാണെങ്കിൽ ഇവിടെ കള്ളം കയറിയിട്ടുണ്ടെന്നും പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ട് ജാഗ്രതയായിരിക്കണം, അതുകൊണ്ട് അച്ഛൻ ഇന്നും ശ്രദ്ധിക്കും എന്ന് പറയാതെ, ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? നമുക്ക് അന്ന് പ്ലാൻ ചെയ്ത ടൂറിന് ഒരിക്കൽ കൂടെ പോയാൽ? പിന്നെ നടന്നത് തന്നെ, ഒരിക്കൽ പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നോ? ഇനി നടക്കൂല. നടക്കും. നീ അഖിലെ കൂടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. അഖില എന്തിനാ വിളിക്കണേ? വിളിച്ചിട്ട് വാടി, അവളുടെ ഭർത്താവ് ഗൗതം ദേ അവിടെ വന്ന് ഇപ്പുണ്ട്. അവനും വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് വാടാ, എടാ ഇവിടെ വാ എന്നും പറഞ്ഞ് ഗൗതമിനെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്താൻ കേട്ടോ. അവനും അവളെ കാണാതിരിക്കുമല്ലോ, നീ വിളിച്ചിട്ട് വാ എന്ന് പറയാട്ടോ. ഗൗതമാണെങ്കിൽ ആകെപ്പാടെ ചമ്മി നാറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമല്ലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്